പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പശ്ചാത്താപം സ്വർഗത്തിൻ്റെ സ്വർണ്ണത്താക്കോലാണ്. അതെ, അനുദിനം പശ്ചാത്തപിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. മിസ്റ്റർ തോമസ് അക്വീനാസ് ഇപ്രകാരം പറയുന്നുണ്ട്: പരിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ ഫലം മുഴുവൻ മനുഷ്യൻ ദൈവത്തിലേക്ക് പരിവർത്തിതരാവുക എന്നതാണ്. അനുതാപത്തോടു കൂടിയുള്ള ഒരു കുമ്പസാരത്തിന് ശേഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന സ്വർഗം നൽകുന്ന ദൈവിക പ്രവൃത്തിയാണ്. അതായത് ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ദൈവത്തിന് സ്വന്തമാകുന്നു, ദൈവത്തിലേക്ക് പരിവർത്തിതരാകുന്നു. അങ്ങനെ ആകണമെങ്കിൽ നമ്മളെ അനുദിനം മാനസാന്തര ഫലങ്ങൾ ഉണ്ടാകണം. നമ്മൾ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, ഞങ്ങൾക്ക് പാപമൊന്നുമില്ല, പിന്നെ ഞങ്ങൾ എന്തിനു കുമ്പസാരിക്കുന്നു. പാപം മോചിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല കുമ്പസാരം, മറിച്ച് കുമ്പസാരം നമുക്ക് പാപം ചെയ്യാതിരിക്കുന്ന ക്രമാവരം കൊണ്ട് പ്രദാനം ചെയ്യുന്നതാണ്. ചിലരൊക്കെ പറയും, ഞങ്ങൾ പാപം ചെയ്തിട്ട് എന്തിനു കുമ്പസാരിക്കുന്നു, വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നല്ലോ. അപ്പോൾ അവർ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. കാരണം ഓരോ കുമ്പസാരത്തിലും പാപം ചെയ്യാതിരിക്കുന്ന ക്രമാവരം കൂടി ദിവ്യകാരുണ്യനാഥൻ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് കുമ്പസാരത്തിന് ഫലം, അതിൻ്റെ പ്രയോജനം ഒക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് പറയുക. അപ്പോൾ ഓരോ പരിശുദ്ധ കുർബാനയും നമ്മളെ യഥാർത്ഥത്തിൽ ദൈവമനുഷ്യരാക്കണം, ദൈവത്തിലേക്ക് പരിവർത്തിതരാക്കണം. അതുകൊണ്ട് എനിക്ക് പാപമില്ല, എനിക്കൊരു കുറവുമില്ല എന്ന് ചിന്തിച്ചാൽ നമുക്ക് വിശദീകരണമാവില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം: സ്വർഗത്തിലും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. നമ്മൾ ഓരോ ദിവസം പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയാണെങ്കിൽ, അതിൻ്റെ പ്രാർത്ഥനകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, അത്ര പ്രാവശ്യം നമ്മുടെ പാപകടങ്ങൾ ക്ഷമിക്കുവാൻ, നമ്മുടെ തെറ്റുകൾ മോചിക്കുവാൻ തമ്പുരാനോട് നമ്മൾ സഹായം ചോദിക്കുന്നുണ്ട്. ഒത്തിരി പ്രാവശ്യമുണ്ട്. അതൊക്കെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കണം. നമുക്കൊരു പക്ഷേ ചെറിയൊരു നുണ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു മോശം വാക്കുകൾ പറഞ്ഞിട്ട് എപ്പോഴും ഒന്ന് കുമ്പസാരിക്കാൻ സൗകര്യം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയിൽ പാപമോചനമുണ്ട്. പിന്നെ നമുക്ക് കുമ്പസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ കുമ്പസാരിക്കുകയും ചെയ്തോണം. എങ്കിലേ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് ഓരോ കുർബാനയും പാപമോചനം നൽകുന്നുണ്ട് എന്നും, ഓരോ കുർബാനയിലും നമ്മൾ ഈശോയിലേക്ക് പരിവർത്തിതരായി തീരുന്നുണ്ട് എന്നും നമ്മൾ വിശ്വസിക്കുക. ആ വിശ്വാസം നമ്മളെ പ്രത്യാശയിലേക്കും സ്നേഹത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കട്ടെ. നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ദിവ്യകാരുണ്യമായി സന്നിഹിതനായിരിക്കുന്ന ഈശോയെ, പാപമോചനം ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരുമാണ്. എൻ്റെ കരുണ ഞങ്ങൾ തേടുന്നു. ഒരു ആശീർവാദത്തിനാണ് ഞങ്ങൾ തലകുനിക്കുന്നു. തമ്പുരാനെ കരനീട്ടി ദിവ്യകാരുണ്യമേ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ശംസിയാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.